അനിയത്തിയാണല്ലോ. ഇവരെങ്ങനെയാണ് ഇപ്പൊ കെട്ടിക്കയറി ഇങ്ങോട്ട് വരണത്? ദൈവമേ, വല്ല പൈസയും കടന്നു ചോദിക്കാനായിരിക്കോ? വള വള എന്താടി ഒന്ന് വിളിച്ചു പറഞ്ഞു പോലുമല്ലോ. സ്വന്തം ചേച്ചിയുടെ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെയാണോ വരേണ്ടത്? ഒന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ഞാൻ വല്ല വണ്ടി വിടില്ലായിരുന്നാ? രാവിലെ എണീറ്റപ്പോ പെട്ടെന്ന് ഇങ്ങ് പോരാന്ന് പ്ലാൻ ഇട്ട് അയച്ചി. വിളിച്ചു പറയാനൊന്നും പറ്റിയില്ല. ഈ വെയിലത്ത് നടക്കാന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്നോ എനിക്ക് ആലോചിക്കാനോട് പറ്റില്ല. എങ്ങനെ ഈ വെയിലത്ത് നടന്ന്? ഓ, ഇത് പിച്ചിരിയല്ലേ നടക്കാവുള്ളൂ. 1 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ. അത്രേ നടക്കാവുള്ളൂ. അത് സാരില്ല. പിന്നെ വെയിലൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഞങ്ങള് തലയിൽ തുണിയൊക്കെ ഇട്ടേക്ക് പോന്ന്. എന്നാ വാ, ഉള്ളി കയറി വാ 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 വാ. വാ മോളെ. എന്നാലും നിങ്ങൾ വരണ ആരും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരുക്കില്ലായിരുന്നോ? വരണമെന്ന് വിചാരിച്ചല്ല, നീ അങ്ങോട്ടൊന്നും വരണില്ല. അപ്പൊ പിന്നെ ഞങ്ങക്ക് നിന്നെ ഇവിടെയെങ്കിലും വന്ന് കാണണ്ടേ? ഇവിടെ തിരക്കിന്റെ തിരക്കാ. കൊച്ചുങ്ങളാണ് സ്കൂളിൽ പോവാ. അതുങ്ങൾക്കാണ് ശനിയും ഞായറും മാത്രം അവധിയുള്ളൂ. അപ്പൊ വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങള് പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങ് പോരും. ഞായറാഴ്ചയാണെങ്കിൽ ചേട്ടന് ഒഴിവുള്ളൂ. ശനിയാഴ്ച കൊച്ചുങ്ങളെല്ലാവരും ഇരുന്ന് പഠിക്കലൊക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേർ പണ്ടത്തെ പിള്ളേരെ പോലും ഒന്നുമില്ല, പഠിക്കില്ല. അതുങ്ങളെ ഒപ്പം ഇരുന്ന് പഠിപ്പിക്കണം, എന്നാലേ നടക്കുള്ളൂ. പിന്നെ പിള്ളേർക്ക് എന്തോരം പഠിക്കാനുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുങ്ങളെ കൊണ്ട് എവിടെയും പോകാൻ തോന്നണില്ല. അതുകൊണ്ടാണ് എവിടെയും വരാത്ത അമ്മ. അല്ലെങ്കിൽ ഞാൻ വരാതിരിക്കുമായിരിക്കും. അങ്ങോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കണില്ല. തിരക്കാടേ, പണ്ടത്തോട്ടൊന്നുമല്ല. പിന്നെ ഇവിടെ നമ്മുടെ ഈ അസോസിയേഷൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ വരല് നടക്കണില്ല. അതാണ്. അയ്യോ, നിങ്ങൾക്ക് കുടിക്കാവൊന്നും എടുത്തില്ലല്ലോ. ഞാൻ വെള്ളം എടുക്കാട്ടാ. ചേച്ചി ഒത്തിരി മാറിപ്പോയ പോലെയല്ല അമ്മ. നമ്മള് വന്ന അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. വലിയൊരു വെപ്രാളം പോലെ കാണിച്ചു കൂട്ടുണ്ട്. ഓ, നിനക്ക് തോന്നണടി മോളെ. അങ്ങനെയൊന്നുമില്ല. വെറുതെ എന്തൊരു ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയണേ. മിണ്ടായിരുന്നേ. ടാങ്കൊക്കെ കലക്കി കൊടുക്കണോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അമ്മ അവൾ തന്നെയല്ലേ, വേറെ ആരും ഇല്ലല്ലോ. വലിയ വിശിഷ്ട അതിഥികളൊന്നും ഇല്ലല്ലോ. വല്ല പൈസയും കടം ചോദിക്കാൻ വന്നേരിക്കും. അവർക്ക് ഇവിടെ ടാങ്ക് കലക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഇവിടെ ഒരു വാട്ട നാരങ്ങ ഇരിക്കേണ്ടതില്ല. നാരങ്ങ വെച്ച് ഇത്തിരി നാരങ്ങ ഉണ്ടായി കൊടുക്കും. അല്ല പിന്നെ ആഹാ, നീ ഇവിടെ നിൽക്കായിരുന്നാ? അലമാരി തുണിയൊന്നും ഇല്ലാടി. ഒരു തുണി ഉണ്ടായിരുന്നു എനിക്ക് പണ്ട്. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം കേടുവന്നു. ഒന്നാമത് പണ്ടത്തെ പോലെ ഒന്നും അല്ലെന്നേ. എല്ലാം ഭയങ്കര ടൈറ്റാണ്. ചേട്ടനാണ് ഈ ജോലിയുടെ ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ചെറിയ ടൈറ്റ് വന്നോണ്ട് ഒരു സാധനവും മേടിക്കാറില്ല. പണ്ടൊക്കെ നമ്മൾ തുണി മേടിക്കാൻ വേണ്ടി നടക്കുമായിരുന്നു. ഇപ്പൊ ഒന്നും മേടിക്കാറില്ല. കണ്ടോ, ഒരു തുണിയില്ല. എവിടെയെങ്കിലും പുറത്തേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിടാ, ഒരു തുണിയില്ലാത്ത അവസ്ഥയായി. ഇത്രയും തുണികൾ ഉണ്ടായിട്ട് ചേച്ചിക്ക് എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാൻ തുണിയില്ല അല്ലേ? നമ്മൾ ഈ കാണുന്ന പ്രൗഢി മാത്രമേ ഉള്ളൂന്നേ. ഒന്നുമില്ല, ഉള്ളി പൊള്ള അത്ര തന്നെ. അലമാരി അടിച്ചിട്ട് ഇങ്ങോട്ട് പോരടി. അമ്മ അടുത്തേക്ക് വാ വാ വാ. ആകെ വിഷമാവുക. നിങ്ങൾ വരണ ആരും ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇറച്ചിയോ മീനോ എന്തെങ്കിലും വല്ലോടത്തും കടം മേടിച്ചിട്ടാണെങ്കിലും മേടിച്ചുണ്ടാക്കി വെച്ചേനെ. അപ്പൊ നിങ്ങളാണെങ്കിൽ വിളിച്ചു പറഞ്ഞില്ല. അപ്പൊ എനിക്ക് ഒന്നും തരാനോ ഇല്ല. ഉച്ചയ്ക്ക് ഇവിടെ ഒരു കറിയും ഇല്ല. അപ്പൊ ഞാനാണെങ്കിൽ തൈര് മുളക് ഉണ്ടാക്കിയിട്ട് ചോറും പച്ചച്ചോറും ഉണ്ടാന്ന് വിചാരിച്ചിരിക്കണത്. അല്ല, ഞങ്ങൾ കഴിക്കാൻ നിൽക്കില്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവാ അല്ലേ അമ്മേ? നിങ്ങൾ ഇറങ്ങുവാണോ? നമ്മൾ ഈ കാണുന്ന പ്രൗഢിയൊക്കെ ഉള്ളമ്മേ. നമ്മുടെ പണ്ടത്തെ അവസ്ഥയൊന്നും അല്ല. ചേട്ടനാണെങ്കിൽ ബിസിനസ്സൊന്നും വലിയ കാര്യമില്ല, വലിയ ഡൗൺ ആയിട്ടാണ് പോണത്. പിന്നെ നമ്മളുള്ളതൊക്കെ വെച്ച് ഇങ്ങനെ ജീവിച്ച് പോണതുണ്ട്. എൻ്റെ കയ്യിലും കഴുത്തിലൊക്കെ എന്തോരം മാലയും വളയൊക്കെ ഉണ്ടായിരുന്ന എല്ലാം പോയി, എല്ലാം വിറ്റു. എന്നിട്ടൊക്കെയാണ് ഇപ്പൊ കടങ്ങളൊക്കെ നമ്മൾ വീട്ടണതേ. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോണത്. അതൊക്കെ കൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാത്തെ. പിന്നെ ഞങ്ങള് പൈസയൊന്നും കടം ചോദിക്കാനൊന്നും വന്നതല്ല കേട്ടാ. നിന്നെ ഒന്ന് കാണാൻ കൊതിയായിട്ട് വന്നയാ. അങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. കാണാൻ കുത്തിയായിട്ട് വന്നയാ ഞാനും അമ്മയും. നിന്റെ വെപ്രാളവും നിന്റെ ഈ കണക്ക് കുറച്ചിലും പൈസ ഇല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ കേട്ട തന്നെ അറിയാം. ഞങ്ങളെന്നോ കടം മേടിക്കാൻ വന്നിട്ട് നീ അത് ന്യായീകരിക്കാൻ വേണ്ടി പറയാന്ന്. ഞങ്ങൾ അതിന് വന്നതല്ലേ ചേച്ചി. ഞങ്ങൾ തന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നയാ, വേറെ ഒന്നിനും വന്നതല്ല. അയ്യേ, ഇവളെന്തൊക്കെയാ അമ്മീ പറയണത്? ആവശ്യമില്ലാത്തവർത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പൈസ കടം മേടിക്കാനാ വന്നത് ഞാൻ പറഞ്ഞാ? ഞാൻ ഇവിടുത്തെ ദാരിദ്ര്യാവസ്ഥ എന്റെ വീട്ടുകാരോടല്ലോ, പിന്നെ വേറെ അടുത്തേക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവള് പറഞ്ഞേല എന്താടി മോളെ തെറ്റുള്ളേ? നിന്റെ ഇത്ര നേരത്തെ കാട്ടിക്കൂട്ടിൽ കണ്ട പിന്നെ അതിൽ കൂടുതൽ എന്ത് ചോദിക്കാനാണ്? പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനെങ്കിലും പറ്റി. നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാള് വീട്ടിലുണ്ട് കേട്ടാ. അറിയാലോ,
നടുവേനയും കാലുവേനയൊക്കെ ആയിട്ടിരിക്കുക. പുറത്തൊന്നും അധികം പോകാറൊന്നുമില്ല. പക്ഷെ നിന്നെ കാണണമെന്ന് പിള്ളേരെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്നങ്ങോട്ട് വാടി. നിന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ. നമ്മുടെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ. നിന്റെ കല്യാണ സമയത്തൊക്കെ അച്ഛനും എന്തോരം കിടന്ന് ഓടിയതാ. അതിൻ്റെ നന്ദിയെങ്കിലും എൻ്റെ മോള് കാണിക്ക്. ഒരു ദിവസം അല്ലെങ്കിൽ നീ കുഞ്ഞുങ്ങൾ വന്നില്ലെങ്കിലും നീയെങ്കിലും ഒന്ന് രാവിലെ വന്ന് വൈകുന്നേരം പോകണമെന്ന രീതിയിലേ. അത്ര അകലെയൊന്നും അല്ലല്ലോ, ഇവിടെ അടുത്ത് തന്നെയല്ലേ. നീ ഒന്ന് വാ. പണവും പ്രതാപവും ഒക്കെ വരുന്നവരെ എല്ലാവരും നല്ല സ്നേഹം ഉണ്ടാവും. അതൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു അഹങ്കാരമൊക്കെ വരിക. ആൾക്കാരൊക്കെ പണവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ മാറിപ്പോവും. അതിപ്പോൾ മക്കളായാലും മരുമക്കളായാലും ബന്ധുക്കളായാലും എല്ലാവരും പണത്തിൻ്റെ മുകളിൽ ഒന്നുമില്ല. ഇതിനാ അമ്മ അതും ഇതും പറഞ്ഞ് വന്ന സന്തോഷം കളയണേ. നമുക്ക് ഇറങ്ങിയാലോ? അമ്മ ഞാനൊരു ഓട്ടോ വിളിക്കട്ടെ, നിങ്ങൾ അതിൽ പൊക്കോ. ഓ വേണ്ട മോളെ, ഇങ്ങോട്ട് വരാനറിയാമോ? ഞങ്ങൾക്ക് തിരിച്ചു പോകാനും അറിയാം. ഈ വെയിലല്ലേ, ഇതിലും വലിയ വെയിലൊക്കെ കൊണ്ടേക്കണം. ഈ വെയിലൊന്നും ഒന്നുമല്ല, അതൊന്നും സാരമില്ല. പോവാൻ മോളെ തന്നെ ഇറങ്ങ. ശരി ഏട്ടാ, നീ അവനോട് മരുമോനോട് പറയണേ, പിള്ളേരോടും പറ വന്നെന്ന്. അങ്ങനെ പോയി കിട്ടി. തേമേ, അവളാണെ ആ റൂമൊക്കെ കയറി തപ്പിണ്ടായിരുന്നു. വല്ലതും എടുത്തോണ്ട് പോയിണ്ടാവോ? എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കണാണ്. എല്ലാം കൊട്ടോണ്ട് പോയിണ്ടാവോ? തേമേ, പോയി നോക്കട്ടെ ഇപ്പൊ തന്നെ.